വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലപ്പുറം തൊടിയപുലത്ത് 14-കാരിയെ കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തി. കൊലപാതകം ബലാത്സംഗത്തിന് ശേഷം. കുറ്റം സംബന്ധിച്ച് കസ്റ്റഡിയിലുള്ള ആൺ സുഹൃത്ത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്നും വരുന്നത്. ഇന്നലെ രാവിലെ 9:30 കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നത്. കരുവാരുണ്ട് സ്കൂൾ പടിയിൽ ബസ് ഇറങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. വൈകുന്നേരമായും വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കരുവാരുണ്ട് പോലീസിൽ പരാതി നൽകുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിലൊന്നും തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ സ്കൂളിലുള്ള മറ്റൊരു ആൺസുഹൃത്തുമായി കുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. വീട്ടുകാരടക്കം തന്നെ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ 16-കാരനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ പോലീസ് അടക്കം തന്നെ ഈ 16-കാരന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഈ കുട്ടിയെ കാണാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ കുട്ടി പറയുന്നത് തനിക്കൊന്നും അറിയില്ല, താനൊന്നും കണ്ടിട്ടില്ല, മേലാറ്റൂർ വരെ മാത്രമാണ് താൻ ഈ കുട്ടിക്കൊപ്പം പോയതെന്നാണ് ഈ 16-കാരൻ ആദ്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മൊഴിയിലൊന്നും തന്നെ വിശ്വാസം വരാത്ത പോലീസ് പിന്നെയും ഈ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ കുട്ടിയുടെ 14-കാരിയായിട്ടുള്ള കുട്ടിയുടെ ചെറിയച്ഛൻ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് 16-കാരന്റെ വീട്ടിലേക്ക് പോകുന്നു. എവിടെയാണ്, പറയൂ, അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ മോൾക്ക് സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടിയോട് ചോദിക്കുന്നു. അപ്പോഴൊന്നും തന്നെ ഈ കുട്ടി മറുപടി നൽകിയില്ലെന്നാണ് ഈ വീട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനുശേഷം പോലീസ് വീണ്ടും എത്തി ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലാണ് ഈ കുട്ടി 16-കാരൻ ഈ കുറ്റം സമ്മതിക്കുന്നത്. താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നൊരു കുറ്റസമ്മതമാണ് ഈ 16-കാരൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം അല്ലെങ്കിൽ അത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ മൊഴി അനുസരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ വാണിയമ്പലത്തിനും തൊടിയ പാലത്തിനും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് ഈ 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 കൈയും കാലും കെട്ടിയിട്ട ശേഷം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് ഈ 16-കാരൻ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. അത്രത്തോളം നീചമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയാൻ സാധിക്കും. വെറും 16 വയസ്സുകാരൻ ഈ 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി, ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ 16-കാരൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി പ്രതിയുമായി തെളിവെടുപ്പ് അടക്കം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ കുട്ടി പറഞ്ഞത് ഈ ട്രെയിൻ തട്ടി മറ്റുമായിരിക്കും ഒരു കൊലപാതകം നടന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. താൻ തന്നെയാണ് ബലാത്സംഗം ചെയ്ത് കൈകൾ രണ്ടും കെട്ടി കൈകളും കാലും കെട്ടിയിട്ടതിനു ശേഷം ബലാത്സംഗം ചെയ്തു. അതിനുശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഈ 16-കാരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ ഇവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്ന കാര്യം ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഈ വീട്ടുകാർ ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോകരുത് എന്ന് വാണിംഗ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. അതിനുശേഷം ഈ 16-കാരൻ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നു. ഒരു കടയിലേക്ക് പോകുന്നു. ആ കടയിൽ നിന്നും ഫോൺ വാങ്ങിയതിനു ശേഷം തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. പിന്നീട് ഈ കുട്ടി അങ്ങോട്ട്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ ഈ അടുത്തുള്ള കടക്കാരടക്കം തന്നെ ഈ സ്ഥലത്തിന് സമീപത്തുള്ള കടക്കാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അത്തരത്തിൽ വളരെ ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ, റീസൺസ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പോലീസിനെ ചോദിച്ചറിയേണ്ട കാര്യമടക്കമുണ്ട്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മൃതദേഹം, ഈ 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയം ഈ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ആൺ സുഹൃത്തിന്റെ അച്ഛൻ അതിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പിതാവിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് തന്റെ മകൻ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ തന്റെ മകൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു എന്നതുപോലും അറിയാതെ നിൽക്കുന്ന
നിൽക്കുന്ന ഒരു നിസ്സഹായനായിട്ടുള്ള അച്ഛനെ അടക്കം തന്നെ ആ സ്ഥലത്ത് നിന്നും കാണാൻ സാധിച്ചു എന്നതും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഈ പ്രതിഷേധം അടക്കം ഉടലെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ അച്ഛനെ അവിടെ നിന്ന് പോലീസ് മാറ്റുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പക്ഷെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വെറും ഒരു 16 വയസ്സ് മാത്രം, അല്ലെങ്കിൽ ഈ 16 വയസ്സുകാരൻ എങ്ങനെയാണ് ഈ കുട്ടിയെ കൈകാലുകൾ ബന്ധിച്ച ശേഷം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താൻ സാധിക്കുക? ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നടക്കുന്നത്. കുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ കൊലപാതകത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് തെളിവെടുപ്പും പരിശോധനയും ചോദ്യം ചെയ്യലും അടക്കം നടക്കുകയാണ്. ഈ 16-കാരൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. താൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നതുമായി ബന്ധപ്പെട്ട്. ശരി, വ്യക്തമാണ്. മലപ്പുറത്താണ് ഇത്തരത്തിൽ 14-കാരിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകം ബലാത്സംഗത്തിന് ശേഷമാണ്. കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് ആൺസുഹൃത്ത്. വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.